കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തേ കുലഞ്ച കുലതഞ്ച മംജ പാലയ പാലയമം. ആ മന്ത്രം രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. കാർത്തിക അവസാനം രോഹിണി മകീരം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടാണ്. ജോലിയിൽ പ്രശ്നങ്ങൾ വരാം. കാരണം കണ്ടകശനിയാണ്. വ്യാഴം കർമ്മത്തിൽ വ്യാഴമാണ്. അപ്പോൾ ആ സമയത്ത് ജോലിയിൽ പ്രശ്നങ്ങൾ വരാനും ജോലിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരാനും, ശനി നല്ലതായാലും ശനി ചീത്ത സ്ഥലത്തായാലും ശനിയെ കൊണ്ട് നമുക്ക് അഭിവൃദ്ധികൾ വരാനായിട്ട് ശനി ഭഗവാൻ, അതായത് മഹാദേവനെ പ്രാർത്ഥിക്കാം. ശാസ്താക്ഷേത്രത്തിൽ വൈകുന്നേരങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുകയോ നീരാഞ്ജനം കത്തിക്കുകയോ ചെയ്താലും ധനത്തിൻ്റെ പുഷ്ടി ഉയരും. ഡിസംബർ 5 കഴിയുമ്പോൾ ചെലവുകൾ കൂടുന്നു. ദൈവികമായാലും അല്ലാതെയും ചെലവുകൾ വർദ്ധിക്കും. അത്തം ചിത്തിരാദ്യം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്. ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടോ, ഭാര്യയെ കൊണ്ട് ബുദ്ധിമുട്ടോ, എങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പ്രശ്നങ്ങൾ വരികയോ ഇതൊക്കെ ചെയ്യാം. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോയി തൊഴുക. തിരുവനന്തപുരം ഭാഗത്തുള്ളവരാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവുക. അമ്പലപ്പുഴ കൃഷ്ണൻ, ആറന്മുള കൃഷ്ണൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തൊഴുതു കഴിഞ്ഞാൽ ഇവരുടേതായ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നതാണ്. കൃഷ്ണഭജനമാണ് വേണ്ടത്. മൂലം, പൂരാടം, ഉത്രാടം, ആദിവാദം ഇവർക്കിപ്പോൾ ഇത്തിരി സമയം സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ, പക്ഷെ അവർക്കിപ്പോൾ നല്ലൊരു സമയം വരും. ഡിസംബർ 5 കഴിയുമ്പോൾ വ്യാഴം അവർക്ക് വളരെയധികം പ്രയോജനമായി നല്ലൊരു സ്ഥലത്താണ് വരുന്നത്. അവർക്ക് നിവൃത്തി മാർഗങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും.